ഇന്ത്യൻ മഹാസമുദ്രം എല്ലാ കാലവും പല രാജ്യങ്ങളും കണ്ണുവച്ചിട്ടുള്ള സമുദ്രമാണ്. അമേരിക്ക, റഷ്യ, ചൈന അടക്കമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കണ്ണുവച്ചിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മുഴുവൻ ഇന്ത്യയുടേതാണെന്ന്. അല്ല, ഇന്ത്യക്ക് അതിൽ അതിർത്തികളുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴിതാ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു വലിയ രാഷ്ട്രീയ കോളിളക്കം അല്ലെങ്കിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റ് സംഭവിച്ചിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഷാഗോസ് ദ്വീപുകൾ മൗറീഷ്യസിന് കൈമാറാനുള്ള ബ്രിട്ടൻ സർക്കാരിന്റെ പദ്ധതി ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിരന്തരമായിട്ടുള്ള വിമർശനങ്ങൾക്കും എതിർപ്പുകൾക്കും ശേഷം ബ്രിട്ടൻ ഈ ചരിത്രപരമായിട്ടുള്ള കരാർ തൽക്കാലം ഉപേക്ഷിക്കുകയാണ്. US-ന്റെയും ബ്രിട്ടന്റെയും തന്ത്രപരമായ പ്രധാനപ്പെട്ട ഡീഗോ ഗാർസിയ വ്യോമത്താവളം ഈ ദ്വീപുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ബ്രിട്ടനും മൗറീഷ്യസും തമ്മിൽ ഒരു കരാറിലെത്തി. അതനുസരിച്ച് ഈ ദ്വീപുകളുടെ പരമാധികാരം മൗറീഷ്യസിന് കൈമാറാൻ ബ്രിട്ടൻ തയ്യാറായിരുന്നു. എന്നിരുന്നാലും ഡീഗോ ഗാർസിയ സൈനിക താവളത്തിന്റെ നടത്തിപ്പ് അടുത്ത 99 വർഷത്തേക്ക് US-നും ബ്രിട്ടനും ഉണ്ടായിരിക്കുമെന്ന വ്യവസ്ഥ ഈ കരാറിലുണ്ടായിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഈ കരാറിനെ വലിയ തെറ്റാണെന്ന് വിശേഷിപ്പിച്ചു. ഇതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിന്റെ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയായിരുന്നു. അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള ചരിത്രപരമായിട്ടുള്ള പ്രത്യേക ബന്ധം കുറച്ചു കാലമായി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനുമായുള്ള യുദ്ധസമയത്ത് ഇറാനെതിരായിട്ടുള്ള US-ഇസ്രായേൽ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കെയർ സ്റ്റാർമർ വിസമ്മതിച്ചു. കൂടാതെ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷ് വ്യോമത്താവളത്തിൽ നിന്ന് ആക്രമണം നടത്താൻ ട്രംപിനെ അനുവദിക്കാൻ ബ്രിട്ടനും വിസമ്മതിച്ചു. അതുകൊണ്ടാണ് ട്രംപ് ദേഷ്യപ്പെട്ടത്. അതിനുശേഷം കെയർ സ്റ്റാർമറിനെ വിൻസ്റ്റൺ ചർച്ചിലിനോട് താരതമ്യം ചെയ്ത ട്രംപ് കെയർ വിൻസ്റ്റൺ ചർച്ചിലിനെ പോലെയാണെന്നും ബ്രിട്ടീഷ് അമേരിക്കൻ ബന്ധങ്ങൾ നശിപ്പിക്കുമെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു താവളമാണ് ഡീഗോ ഗാർസിയ. അവിടെ നിന്ന് അമേരിക്ക മിഡിൽ ഈസ്റ്റിനെയും ഏഷ്യയും നിരീക്ഷിക്കുന്നു. ദ്വീപുകളുടെ നിയന്ത്രണം മൗറീഷ്യസിലേക്ക് പോയാൽ ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് ഭാവിയിൽ ഇവിടെ സ്വാധീനം വർദ്ധിക്കുമെന്നും ഇത് US-ന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകുമെന്നുമായിരുന്നു ട്രംപ് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ട്രംപിന്റെ കണ്ണുരുട്ടലിന് വഴങ്ങി ബ്രിട്ടൻ ആ ദ്വീപ് കൊടുക്കുന്നില്ല എന്നുള്ള നീക്കത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.